ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇച്ചിരെങ്കിലും വരയ്ക്കുമെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താനായിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരട്ടെ ഞാൻ വരച്ചത് എന്തൊക്കെയാണെന്ന്. ഇതുണ്ടോ, ഞാൻ അന്ന് ഒരു വീഡിയോക്കകത്ത് കണ്ടതാണ് ഞാൻ വരച്ചിരിക്കുന്നത്. എനിക്കറിയാവുന്ന പോലെ ഏകദേശമൊക്കെ ഒരു പെയിൻ്റൊക്കെ വെച്ചിട്ട് വരച്ചാണ്. പിന്നെ 10B-യോ 5B-യോ ഏതോ ഒരു പെൻസിൽ വെച്ചിട്ട് ഇങ്ങനെ ഞാൻ ഈ തെങ്ങ് വരച്ചത് ശരിയായില്ല, കണ്ടോ, അതിൻ്റെ മണ്ടയ്ക്കോട് വരച്ചേക്കുന്നുണ്ടോ. അപ്പോൾ ഞാനത് പെൻസിൽ വെച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണാനായിട്ട് അതിൻ്റെ പുറത്തൊക്കെ വരച്ചു കൊടുത്തു. എന്നിട്ട് പിന്നെ അടുത്ത പടം ഇങ്ങനെ ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ച ദ മങ്കി ബാൻഡ് എന്നുള്ള ഒരു പാഠത്തിലെയാണിത്. എനിക്കറിയാവുന്ന പോലൊക്കെ വരച്ചിട്ടുണ്ട്. ഈ കരടിയൊക്കെ ഉണ്ട്, ഇതാണ് ബല്ലു. ഇങ്ങനെ കിടന്ന് തുള്ളുന്ന ഒരാളെ കണ്ടു, അതാണ് മൗഗ്ലി. ഇതാണ് ഇങ്ങനെ ഓർണമെൻറ്റ്സ് ഒക്കെ പിടിച്ചിട്ട് തുള്ളുന്നതാണ് നമ്മുടെ മങ്കീസ്. അതാണ് ഞാൻ പഠിച്ച ഒരു പാഠത്തിൽ എനിക്കറിയാവുന്ന. ഇനി മെയിനായിട്ട് വരാൻ പോകുന്നതാണ് നമ്മളുടെ കൃഷ്ണൻ. കൃഷ്ണ 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 രഥകമുന, ഇങ്ങനെ ഒരു പാട്ടില്ലേ. അപ്പോൾ ഇതെന്നെ സംസ്കൃതം ബുക്കിലെയാണ്. ഞാൻ അത് നോക്കി വരച്ചാണ്. ചെറുതായിട്ട് ടച്ചൊക്കെ അടിച്ചു, എന്നുവെച്ച് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഈ കാലും കൈയും ഒക്കെ നന്നായിട്ട് വരച്ചിട്ടുണ്ടല്ലേ. ഇത് മുഴുവനൊന്നും അച്ചടിച്ചിട്ടില്ല, ഞാൻ വരച്ചതാണ് കേട്ടോ. പിന്നെ ഞാൻ ഇതെൻ്റെ ഒരു ഐഡിയ വെച്ച് വരച്ചതാണ്. കുളമായോ എന്നൊരു സംശയമുണ്ട്. സൺഫ്ലവർ താഴെ എഴുതിയൊക്കെ കാണാൻ പോലും വയ്യ കേട്ടോ. ഞാൻ എന്തായാലും ബ്രഷ് ഇല്ലായിരുന്നു, ബ്രഷ് കാണാതെ പോയി. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ്. പിന്നെ എൻ്റെ ഇംഗ്ലീഷ് ബുക്കിൽ ദ മാംഗോ ട്രീ എന്നുള്ള ഒരു പാഠം ഉണ്ടായിരുന്നു. ദ മാംഗോ ട്രീ, അത് തന്നെ പേര്. അതിലെ ഒരു ഇതാണ് ആണ്ടെ ഉപ്പിൻ്റെ പാത്രം, എന്താണ്ട് ഒരു പാത്രം. പിന്നെ നമ്മളുടെ മാംഗോയുടെ ജാമുണ്ട്, ജ്യൂസുണ്ട്, ചട്നി ഉണ്ട്, ഇന്ന് റൊട്ടി ഉണ്ട്, മാംഗോ പുളിയുണ്ട്. അങ്ങനെയൊക്കെ എനിക്ക് പറയാൻ അറിയത്തുള്ളൂ. ഞാൻ ചെറുതായിട്ടൊക്കെ വരയ്ക്കുന്നു. ഇപ്പം നിങ്ങൾക്ക് ഏകദേശമൊക്കെ ബോധ്യമായി കാണുമല്ലോ. അടുത്ത ഡ്രോയിങ് നമ്മളുടെ ഒട്ടകം, സോനാസ് അഡ്വഞ്ചർ. അതും എൻ്റെ ടെസ്റ്റിലെ തന്നെ ആയിരിക്കുമല്ലോ. ഞാൻ കാണിച്ചു തരാം, ഇത് മുഴുവൻ കാണിച്ചിട്ടേ. സോനാസ് അഡ്വഞ്ചർ കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഈ സെയിം ഒട്ടകത്തിനെ ഞാൻ കാണിച്ചു തരാം, സോനാസ് അഡ്വഞ്ചർ. പിന്നെ ഏതായിരുന്നു, പിന്നെ ഞാൻ ഇവിടെ കുറേ കണ്ണുകളൊക്കെ വരച്ച് പരീക്ഷണം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ കണ്ണുകൾ വരച്ച് പരീക്ഷണം നടത്തിയത് ഇതിനു വേണ്ടിയല്ല കേട്ടോ. ഇത് ഞാൻ ഒരു വീഡിയോ കണ്ട് വരച്ചതാണ്, നല്ല ഭംഗിയിൽ. ഇതിനു വേണ്ടിയല്ല ഞാൻ അത് വരച്ചത്, ചുമ്മാ ഒരു ഡീറ്റെയിലിങ്. ഞാൻ ചുമ്മാ ഒരു ഇതിനു വേണ്ടിയിട്ട് ഞാൻ വരച്ചെന്നേ ഉള്ളൂ. അയ്യോ, ഞാൻ പറഞ്ഞു വച്ചു. അത് ഞാൻ ആദ്യം, ഇതാണ് നമ്മളുടെ ലോകത്തിലുള്ള എല്ലാ ഇന്ത്യയല്ല, എനിക്കറിയാവുന്ന എൻ്റെ GK ജനറൽ നോളേജ് ബുക്കിലുണ്ടായിരുന്ന ഇന്ത്യകൾ ഞാൻ വരച്ചിട്ടുണ്ട്. ഇന്ത്യ, പിന്നെ ഏതായിരുന്നു ഇതിൽ ഉള്ള ഇന്ത്യകളൊക്കെ ഞാൻ പറഞ്ഞു തരാം. നമ്മളുടെ ഇന്ത്യ, പിന്നെ സൗത്ത് ആഫ്രിക്ക, നേപ്പാൾ, പിന്നെ കാനഡ, അത് ഒരെണ്ണം എനിക്കറിയത്തില്ല കേട്ടോ. പിന്നെ ജർമ്മനി, USA, സൗദി അറേബ്യ സോറി. പിന്നെ ടർക്കി, നമ്മൾ കൈ തുടങ്ങിയ ടർക്കി അല്ല. പിന്നെ ശ്രീലങ്ക. വേറെ USSR, എന്താ അത് എനിക്കറിയില്ല, നിങ്ങൾ കമൻറ്റ് ചെയ്യണം. USSR, പിന്നെ പാകിസ്ഥാൻ, പിന്നെ ഇതും USSRും, പിന്നെ FRACE, അത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. FRACE, ഫ്രാൻസി ആണെന്ന് തോന്നുന്നു കേട്ടോ. ആണോ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഫ്രാൻസി ആണെന്ന് തോന്നുന്നു. ഈ USSR എന്താണ് നിങ്ങൾ ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ഇടണം. അത് ശരിയാണെങ്കിൽ ഞാൻ യെസ് അല്ലെങ്കിൽ നോ എന്ന് കമൻറ്റ് ഇടാം. ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ.
ഞാൻ കുറച്ച് ഇന്ത്യക്ക് മാത്രമേ കളർ എടുത്തിട്ടുള്ളൂ. ഞാൻ കണ്ടോ, ഞാൻ കളർ കൊടുത്തിരിക്കുന്നത് ഇന്ത്യ, സൗത്ത് ആഫ്രിക്ക, നേപ്പാൾ, കാനഡ, എന്താ ഫ്രാൻസി, പിന്നെ എന്തായിരുന്നു പറയുന്നത്, എന്താ അതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, ആദ്യം സൗദി അറേബ്യ, പിന്നെ ഗ്രാമി എന്താ എനിക്ക് ഒരു വട്ടം വായിച്ചാൽ പിന്നെ രണ്ടാമത് വായിക്കാൻ അറിയത്തില്ല. അങ്ങനെയാണ്. പിന്നെ ഞാൻ വരച്ചിട്ടുള്ളത് ഒരു ഇതിനെയാണ് കേട്ടോ, ഒരു ബേർഡാണ്. ആ ബേർഡിൻ്റെ പേരറിയാവുന്ന ഒരു കമന്റ് ചെയ്യണേ. ഇതെൻ്റെ കളറിംഗ് ബുക്കിലെ ബേർഡാണ്, കാണിച്ചു തരാം കേട്ടോ. ഇതിൽ എഴുതിയേക്കുന്ന എന്താണ്, ദിസ് ഈസ് അനു. ഞാൻ കളർ അടിച്ചേക്കുന്നതുകൊണ്ട് കാണാത്തതാണ്. ദിസ് ഈസ് അനു എന്നാണ്. നല്ല ഭംഗിയില്ലേ എന്നെ കാണാൻ. അതിൻ്റെ മുന്നിൽ 2-3 പിക്ചറുണ്ട് കേട്ടോ. അതെനിക്ക് വരയ്ക്കാൻ കുറച്ച് പാടായതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് കുറേ ഉള്ളൊരു പിക്ചറാണ് ഞാൻ വരച്ചിരിക്കുന്നത്. അനു ജംപ്സ് ഔട്ട് ഓഫ് ദ നെസ്റ്റ്. കണ്ടോ, ഞാൻ ജമ്പ് ചെയ്യുന്നു. അത്രയൊന്നും ഫിനിഷായിട്ടുള്ള വന്നിട്ടില്ല. എന്നാലും ഞാനിവിടെ എഴുതിയേക്കുന്നുണ്ടോ, സാം, നായകൻ, കണ്ണാടി, നെയിം, സിയോ, മാക്ക്, മീക്ക, അങ്ങനെന്തോ. ഞാനത് ഏതാണ്ടൊക്കെ സിനിമയൊക്കെ കണ്ടിട്ട് അതിൻ്റെ നായകൻ്റെ പേരൊക്കെ ഇതിനകത്ത് എഴുതി വെച്ചേക്കുക. അതാണ് കേട്ടോ. ഞാൻ എന്തുവാ പിന്നെന്തായിരുന്നു, ജർഗ്. അപ്പോൾ ഞാൻ ഇച്ചിരിയെങ്കിലും വരയ്ക്കുമെന്ന് മനസ്സിലായല്ലോ ഗൈസ്. ഞാനില്ല, വേറൊരു ബുക്കിൽ കൂടെ വരച്ചിട്ടുണ്ട്. കുറേ ബുക്കിൽ ഞാൻ വരച്ചിട്ടുണ്ട്. അതും കൂടെ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചാണ്. ഇതിനകത്ത് ബാക്ക് ക്യാമറ ഇല്ല കേട്ടോ. വീഡിയോ എടുക്കുമ്പോൾ ബാക്ക് ക്യാമറ ഇല്ല. ഇതുണ്ട് കൊക്ക്, ഈസി കൊക്ക്. ഞാനിങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോൾ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കും കേട്ടോ. ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ആലോചിച്ച് വരച്ചൊരു സാധനമാണ് കേട്ടോ. അത്രയ്ക്ക് ആലോചിക്കാനൊന്നുമില്ല, എന്നാലും ഒരു രസത്തിനിരിക്കട്ടെ. ഞാനുണ്ടല്ലോ, ഇത് ഞാൻ വളരെ ആലോചിച്ച് വരച്ച ഒരു സാധനമാണ്. എൻ്റെ പേര് മഹാലക്ഷ്മി എന്നാണ്. എൻ്റെ ഫുൾ നെയിം മഹാലക്ഷ്മി രാജേഷ് എന്നാണ്. ഞാൻ പഠിക്കുന്ന 2E-യിലാണ്, എന്നുവെച്ചാൽ സെക്കൻഡ് E എന്നൊക്കെ പറയാം. ഞാൻ വിദ്യാരാജ വിദ്യാപീഠം സെൻറ്റർ ആൻഡ് സൈനിക് സ്കൂളിലാണ് പഠിക്കുന്നത്. അത് എഴുതിയിട്ടുണ്ട്. മഹാലക്ഷ്മി രാജേഷ് 2E. എന്താ VRVPCSS. SS എന്താണെന്ന് വെച്ചാൽ വിദ്യാരാജ വിദ്യാപീഠം സെൻറ്റർ ആൻഡ് സൈനിക് സ്കൂൾ. ഇപ്പോൾ ഞങ്ങളുടെ സ്കൂള് സൈനിക് സ്കൂളാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ട്രെയിനിങ്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് 2 SS വന്നിരിക്കുന്നത്. ഇതാണ് എൻ്റെ പുതിയ കണ്ടുപിടുത്തമായ ട്രേ. ഞാൻ തന്നെ ഫുഡ് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ആദ്യം വരച്ചത് എന്തായിരുന്നു, അത്രേ ഉള്ളായിരുന്നു. പിന്നെ എൻ്റെ കുഞ്ഞു ബുക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു ഫയൽ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ അതിനകത്ത് എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെയാണ്. മൈ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പം അതൊന്നും നിങ്ങളെ കാണിക്കുന്നില്ല, കാരണം നിങ്ങൾ എന്നെ നോക്കി ചിരിക്കും. അത്രയ്ക്കുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് എൻ്റെ. അപ്പോൾ ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നങ്ങ് മാറ്റി വെച്ചോട്ടെ, ഒന്നും വിചാരിക്കരുതുമേ. ഇത് കാണിക്കാൻ പറ്റത്തില്ല, ഇതിനകത്ത് ബാക്ക് ക്യാമറ ഇല്ല. എന്നങ്ങ് വരുവാണ്. ഇതാണ് നമ്മുടെ ചോട്ടാ ബീൻ. ഞാൻ എഴുതിയേക്കുന്നത് ക്ലാസ്മേറ്റ് ബീൻ മഹാലക്ഷ്മി ചോട്ട എന്നാണ്. ഞാൻ ആദ്യം ക്ലാസ്മേറ്റ് ബീൻ എന്ന് എഴുതി, പിന്നെയാണ് അത് കണ്ടത് കേട്ടോ. പിന്നെ ഞാൻ അതങ്ങ് എഴുതി വെച്ച് MAHA. എല്ലാവരുടെയും MAHALA അല്ലേ, മഹാലക്ഷ്മി എന്നല്ലേ. എൻ്റെ ആക്കി ഒരു വെറൈറ്റിക്ക് വേണ്ടി. അപ്പോൾ നമ്മൾ ചോട്ടാ ബീനെ കാണിച്ചില്ലേ, ഇനി ഒരു മീമിയെയാണ് കാണിക്കാൻ പോണത്. നിങ്ങളുടെ വീട്ടിൽ കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ കാണിക്കാൻ നല്ല ഇതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീടാണ് കേട്ടോ. വീടും മലയും സൂര്യനും ഒക്കെ ഉള്ള കൂട്ടിയിട്ടുള്ള ഒരു
ഇതാണ്. നിങ്ങളുടെ വീട്ടിൽ കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ കാണിക്കുക. അവർക്ക് ഇഷ്ടമാവുന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. 2 പൂച്ചക്കുട്ടികൾ കേട്ടോ. എനിക്കറിയാവുന്ന പോലെ എൻ്റെ 1ാം ക്ലാസ്സിൽ പഠിച്ച പണ്ടത്തെ നമ്മളുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ഒരു പെണ്ണാണ്. പെണ്ണിൻ്റെ പേരെന്തോന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അറിയാമായിരുന്നു പക്ഷെ മറന്നുപോയി. ഇതാണെങ്കിൽ ഒരു കളറിങ് ബുക്കിനകത്തെ ഒരു പെണ്ണാണ് കേട്ടോ. ഇതെല്ലാം ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഈ ആൾക്കാരൊക്കെ ഞാൻ വരച്ച ആൾക്കാരൊക്കെ എവിടുത്തെയാണെന്ന്. ഇതാണ് ബട്ടർഫ്ലൈ. ഇത് ഞാൻ എൻ്റെ ഒരു സ്വന്തം കണ്ടുപിടുത്തത്തിൽ നിന്നും ഉണ്ടാക്കിയെടുത്ത ഒരു ബട്ടർഫ്ലൈയാണ്. ഇത് ഓയിൽ പേസ്റ്റ് വെച്ച് ചെയ്ത ഒരു പെയിൻറ്റിങ് ആണ്. ഏകദേശമൊക്കെ ഓക്കെയാണ്. പിന്നെ നമ്മൾ വരച്ചിട്ടുള്ളത് എവിടെയൊക്കെയോ നോക്കിയൊരു തേനീച്ച. ഇനി നമ്മളൊരു വീട് മണ്ണ്. ഇത് ഞങ്ങളുടെ ഡ്രോയിങ് സാർ പഠിപ്പിച്ചതാണ്. ഇത് ഞങ്ങളുടെ ബോംബ് കാണാൻ പൊട്ടി ഇപ്പം തെറിക്കും. ഞങ്ങളെല്ലാവരും കൂടെ ഇപ്പം പൊട്ടി തെറിക്കും. ഇപ്പം ഞങ്ങളെല്ലാവരും കൂടെ അയ്യോ അങ്ങോട്ട് പോയി കുറേ പെയിൻറ്റ്. ഇനി നമ്മൾ ഒരു വലിയ സൺഫ്ലവറാണ് കാണാൻ പോകുന്നത്. ഇത്രയും വലിയ സൺഫ്ലവർ നിങ്ങളുടെ ജീവിതത്തിൽ പോയി കണ്ടിട്ടുണ്ടാവില്ല. പിന്നെ ഒരു കൂൺ, വഴി കാട്ടി കൊടുക്കുന്ന കൂൺ, ബട്ടർഫ്ലൈക്ക് വഴി കാട്ടി കൊടുക്കുന്ന കൂൺ. ഇതാണ് നമ്മൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വരച്ച ലോകങ്ങളുടെ ചന്ദ്രൻ. അങ്ങനെ വേണമെങ്കിലും പറയാം. അപ്പം തിരിക്കാൻ പറ്റുന്നില്ല. നമ്മളുടെ വലിയ കപ്പൽ. ഇനി നമ്മളുടെ ഒരു വലിയ മുയലിനെ കാണിക്കാം. നിങ്ങളുടെ വീട്ടിലെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ കാണിക്കുക. അവർക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ അപ്പോൾ എന്നോട് പറയാം. അപ്പോൾ ഞാൻ വരച്ച കുറേ ആർട്ടുകളൊക്കെ നിങ്ങൾക്കും പരിചയപ്പെടുത്തി തരുന്നതാണ്. എല്ലാവർക്കും ബായ്. ബായ് അല്ല കേട്ടോ, പരിചയപ്പെടുത്തി തരുന്നതാണ്. അപ്പോൾ കൊള്ളാമല്ലോ. അപ്പോൾ ഇനിയുണ്ട് കേട്ടോ ബുക്ക്. അതൊക്കെ എവിടെയാണെന്ന് ഇനി ഈശ്വരനറിയാം. അതൊക്കെ എവിടെയോ കൊണ്ട് തള്ളിയിട്ടിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെയോ കിട്ടി കേട്ടോ. കുറേ ബുക്കുണ്ട്. കാണുമ്പോഴത്തേക്കും നിങ്ങൾ ഉറങ്ങിപ്പോവും. 1000 ബുക്കുണ്ട്. എടുത്ത് താഴോട്ട് ഇടുവാ ഞാൻ. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും. അത്രയ്ക്കാണ് ഞാൻ വരച്ചിട്ടുള്ളത്. ഞാനാണെങ്കിലേ ഒരു ബുക്ക് കണ്ടാൽ തന്നെ നിങ്ങൾ ഞെട്ടും. ഈ ബുക്കല്ല, വേറൊരു ബുക്ക് എൻ്റെ ഒപ്പമാണ് സൈഡിൽ ഇട്ടേക്കുന്നത്. ഒന്നും വിചാരിക്കരുതേ. എൻ്റെ ഒപ്പ് തട്ടിക്കൂട്ടി തന്നെ ഞാൻ ഉണ്ടാക്കിയതാണ്. വലുതാകുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കുമെന്ന് ആർക്കറിയാം. ക്യാൻഡിൽ രാജകുമാരി. നിങ്ങൾ നോക്കി, രാജകുമാരി കൊട്ടാരത്തിലല്ലേ ഇരിക്കേണ്ടതെന്ന്. കൊട്ടാരം അങ്ങ് പോകുമ്പോൾ കാണാം കേട്ടോ. നമ്മൾക്ക് ഐഫോൺ കിട്ടിയിരിക്കുന്നു. റിയൽ അല്ല, വരച്ച ഐഫോൺ. ഇത് കാണണമെങ്കിൽ ഈ ഐഫോൺ അങ്ങ് മുറിച്ചിട്ട് ഇങ്ങനെ സെൽഫി എടുത്താൽ അതായിരിക്കും എൻ്റെ ലൈഫ്. അപ്പം നമുക്ക് അടുത്ത ചെവിയും കണ്ണും ഒക്കെയുള്ള മൂക്കുമൊക്കെയുള്ള ഐസ്ക്രീം കാണാം. കണ്ടു. ഇനിയും കണ്ണും കിരീടവും വായും ഒക്കെയുള്ള ഒരു ലവ് കാണാം. നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ. ഞാൻ നോക്കി വരയ്ക്കുന്നതാണ് കേട്ടോ. കണ്ണും വായുമുള്ള ലിപ്സ്റ്റിക്. എല്ലാം വേറെ വേറെ ഒപ്പുകളാണ് കേട്ടോ. ഇനിയും തൊട്ട് അങ്ങോട്ട് വേറെ ഒപ്പുകളാണ്. കണ്ടേ, എൻ്റെ ക്യൂട്ടേക്സ്. പിന്നെ അതിൻ്റെ കൂടെ എന്താണ്, ഫ്രിഡ്ജ്. കണ്ടോ എൻ്റെ ഒപ്പ് മാറുന്നുണ്ടോ? ഈ വെള്ളത്തിന് എൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ ലവ് ഇങ്ങനെ പൊട്ടി പൊട്ടി വരുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. കണ്ണുള്ള ചോക്ലേറ്റ്. ഇതാണ് കണ്ണുള്ള ബുക്ക്, ചെവിയുള്ള ബുക്ക്. പിന്നെ നമ്മുടെ ബന്ത് പോലെ ഇരിക്കുന്ന നമ്മുടെ വീക്കാച്ചു. ബന്തല്ല കേട്ടോ, ബോൾ. അയ്യോ, നമ്മുടെ സിംഹത്തിൻ്റെ ഇതിരിക്കുന്നുണ്ടോ? മീശ ഇവിടെ ആയിരിക്കുന്നു. ഞാൻ തന്നെ വരച്ചതാണേ. നമ്മുടെ പീക്കോക്ക്. എനിക്ക് ഇതാണ് വരച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ. ഞാൻ ഈ ബുക്ക് മുഴുവൻ വരച്ച് തീർത്തു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതെല്ലാം കൂടെ സ്കൂളിലോട്ട് കൊണ്ടുപോകുക. എന്നിട്ട് ടീച്ചർമാരെ എല്ലാവരെയും കാണിക്കും. ഇത് 1 വെച്ചുള്ള ഒരു ജിറാഫാണേ. ഇത് നമ്മളുടെ ശിവലിംഗം.
ഇതെല്ലാം ഞാൻ തന്നെ വരച്ചതാണ്. ഇത് എൻ്റെ ഒരു ഐഡിയ വെച്ച് ഞാൻ വരച്ചത്. എൻ്റെ പുതിയ കണ്ടുപിടുത്തമാണ്. സയൻറ്റിസ്റ്റ് വന്നു വെച്ചു. ഇതെൻ്റെ മീമി. ഇതിനകത്ത് മുഴുവൻ മീമിയാണ് കേട്ടോ. ഇതെൻ്റെ സ്വന്തം കൈ തന്നെ. ഇതെൻ്റെ മാനാണ് കേട്ടോ. ഞാൻ നോക്കി വരച്ചതാണ്. ഇതിനകത്ത് ഒരു അച്ചും ഞാൻ അടിച്ചിട്ടില്ല കേട്ടോ. ഇതാണ് കണ്ണ് തിരിഞ്ഞിരിക്കുന്ന നമ്മുടെ മിക്കി മൗസ്. എനിക്ക് ഇങ്ങനെയൊക്കെ വരയ്ക്കാൻ അറിയത്തുള്ളൂ മിക്കി മൗസിന്. പിന്നെ എന്താ കുറേ ആൾക്കാരെയൊക്കെ കാണാൻ എനിക്ക് വയ്യ കേട്ടോ, മടുത്തു. അയ്യോ, ഇനി അച്ഛൻ പറഞ്ഞിട്ടുണ്ട് എന്താ ഇനി അവധിയുള്ള ദിവസം മാത്രമേ ഇരുന്ന് വരയ്ക്കാവുള്ളൂ, അല്ലെങ്കിൽ ബുക്കെല്ലാം തീർന്നു പോകും. അതാണ്, അല്ലെങ്കിൽ ബുക്കെല്ലാം കൂടെ തീർന്നു പോകും. ഐസ്ക്രീമാണ് കേട്ടോ. ഇപ്പം തന്നെ ബുക്കെല്ലാം പകുതിയായി. തീർന്നിരുന്ന ബുക്കെല്ലാം പകുതിയായി. ഇതാണ്ട് തീർന്നേ ബുക്കെല്ലാം പകുതിയായെന്ന്. ഈ അടിയിൽ വരച്ചിരിക്കുന്ന സാധനത്തിന് എന്തുവാ പേര് പറയുന്നത് എനിക്കറിയത്തില്ല കേട്ടോ. അത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതും മൈ കണ്ടുപിടുത്തം അല്ല. ഇതെൻ്റെ വളക്ക മേക്കപ്പ് സെറ്റാണ് കേട്ടോ. ഇതുണ്ടോ, ഹലോ കിറ്റി. ഞാൻ പറഞ്ഞില്ലേ രാജകുമാരി കൊട്ടാരത്തിലായിരിക്കണ്ടെന്ന് നിങ്ങൾ പറഞ്ഞെന്ന്. ലാസ്റ്റ് കൊട്ടാരം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, കണ്ടിരിക്കുന്നു ഈ കൊട്ടാരം. ഇവിടെ തൊട്ട് വേറെ ഉപ്പ, ആ കൊട്ടാരം തൊട്ട് വേറെ ഉപ്പ ഉണ്ടോ. ഇതെൻ്റെ സ്വന്തം കണ്ടുപിടുത്താണ്. മണ്ണിൽ കണ്ണുള്ള ക്യാരറ്റ്. തുറക്കാൻ ഇപ്പം തീരും കേട്ടോ. ഇത് ഡോൾഫിൻ, കരയിൽ ചാടി നിൽക്കുന്ന ഡോൾഫിൻ ഞാൻ ആദ്യമായിട്ടാണ്. പിന്നെ നമ്മുടെ 1 2 3 4 5 6 7 8 9 10. ഇത് 1 2 3 4 5 6 7 8 9 10. ഇത് ഇവിടെ തന്നെ കൊള്ളും കേട്ടോ. ഇനി നമ്മുടെ ABCD ആണ് നമ്മളുടെ ഈ ബുക്ക് മുഴുവൻ തീർത്തത്. വേണ്ടേ, നമ്മളുടെ ABCD കണ്ടില്ലല്ലോ. നമ്മൾ M തൊട്ടാ കണ്ടത്. അണ്ടേ ABCDEFGHIJKLMNO. അയ്യോ, ABCDEFGHIJKLMNOPQRSTUV. പിന്നെ ഉണ്ട് കേട്ടോ WXYZ. പിന്നെ അങ്ങോട്ട് നമ്മൾ ഒരു പൂച്ച, നമ്മൾ പട്ടി വരച്ചു, പൂച്ച വരച്ചില്ലായിരുന്നു. അപ്പോൾ ലാസ്റ്റാണ് പൂച്ച വരയ്ക്കാൻ പറ്റിയത്. നമ്മളുടെ ഇന്ത്യൻ ഫ്ലാഗ് വന്ദേ മാതരം. നമ്മളുടെ ഡക്കാണ് കേട്ടോ, കണ്ണടിച്ചിരിക്കുന്ന ഡക്ക് ഞാൻ അതിലാണ്. ഇതും കൂടെ ഉള്ളു കേട്ടോ, ഫിനിഷാണ്. ഇതിന് കളർ അടിച്ചില്ലെന്നേ ഉള്ളൂ. ഇനി അടുത്ത ബുക്ക് കണ്ടാലോ നിങ്ങൾ ഞെട്ടും. അയ്യോ, ഇതിനകത്ത് ഞാനൊന്നും വരച്ചിട്ടില്ല. ഒരു ബുക്കിനകത്ത് ഞാനൊന്നും വരച്ചിട്ടില്ല കേട്ടോ. ഇതിനകത്താണ് ഞാൻ, ഇതെൻ്റെ സംശയത്തിനുള്ള ഉത്തരങ്ങളാണ്. പുത്തിരി പത്ത പാരിസ്കരി. നമ്മളുടെ ടാബ് ഞാൻ ഗ്ലിറ്റർ പേന വെച്ചാൽ അതിൻ്റെ കണ്ണൊക്കെ സെറ്റ് ആയിരിക്കുന്നത്. നമ്മളുടെ ടോയ്ലറ്റ് പേപ്പറും പിന്നെ നമ്മുടെ മുയൽക്കുട്ടന്മാരുമാണ് കേട്ടോ. അയ്യോ, ഇപ്പോൾ പൊട്ടിപ്പോയേനെ. അത്ര ഉള്ളെന്ന് തോന്നുന്നു. അത്ര ഉള്ളായിരുന്നോ? അല്ലല്ല, ഒരു പെയിൻറ്റിങ് കൂടെ ചെയ്തായിരുന്നു. പുതിയ ബുക്കിനകത്ത് പിന്നെ വേറെ പെയിൻറ്റിങ്സ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഇത്ര ഉള്ളായിരുന്നു. പിന്നെ വേറൊരു ബുക്കിനകത്ത് എൻ്റെ അമ്മൂമ്മ കണ്ട് പേരൊക്കെ എഴുതി കളക്കി വെച്ചിട്ട് ഞാനത് എങ്ങനെയൊക്കെയോ ശരിയാക്കി വന്നതായിരുന്നു. പിന്നെ കണ്ടേ ഒരു ഇതുണ്ട് കേട്ടോ, ഞാനത് തിരിച്ച് വരച്ചുകൊണ്ടാണ്. ഒരു ചെടി, പിന്നെ അങ്ങോട്ട് തിരിക്കുമ്പോൾ ഒരു റോസാപ്പൂ വേണം. ഇത് തേങ്ങ പോലെ ഇരിക്കുന്ന റോസാപ്പൂ എന്ന് പറയരുത്, തേങ്ങ പോലെ ഇരിക്കുന്ന. ഞാൻ അങ്ങനെയാണ് വരച്ചത്, എനിക്ക് അങ്ങനെ വരയ്ക്കാനേ അറിയത്തുള്ളൂ. പിന്നെ നമ്മളുടെ ഒരു തട്ടിക്കൂട്ടി വീടും ഇതൊക്കെയാണ്. ഇനി അടുത്തൊരു കാറ്റക്സിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഹലോ കാറ്റക്സ്, അതുകൊണ്ട് എന്നെ തന്നെ ഹായ് കാണിക്കും. ഹായ്. ഇനി നമ്മളുടെ ഒരു കാറും ബസ്സുമാണ് കാണുന്നത്. കാറിനകത്ത് ആരുമില്ല, പക്ഷെ തന്നെ ഓടുന്ന കാറാണ്. അയ്യോ, കാണിച്ച് എനിക്ക് മടുത്തു കേട്ടോ. കഴിച്ച് മടുത്തു. ഉണ്ട്, ബസ്സിനകത്ത് ആരുമില്ല, പക്ഷെ ബസ് ഓടുന്നുണ്ട്, നല്ല സുന്ദരമായിട്ട് ഓടുന്നുണ്ട്. ഉണ്ട് അടുത്ത പച്ച പാരിസ്കാരി.
ഇതാണ് നമ്മളുടെ ലവ് കൊണ്ട് നിറഞ്ഞ ട്രെയിൻ. ഇത് കാണുമ്പോഴേ എനിക്ക് കൊതി വരുന്നു, പിന്നെ അങ്ങോട്ട് പറയവേ വേണം. നമ്മളുടെ മറ്റേ ടെൻറ്റില്ലേ, നമ്മളെ കൊച്ചു പിള്ളേരൊക്കെ കളിക്കുന്ന മറ്റേ ഇങ്ങനെയുള്ളൊരു കളി വീട് പോലത്തെ, അതിനകത്ത് ഇങ്ങനെ ഒരു പടം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പടം നോക്കി ഞാൻ അങ്ങോട്ട് അലക്കുകൂട്ടമൊക്കെ വരച്ച് വെച്ച്. അടുത്ത് നമ്മൾ മറ്റേ ബുക്കിനകത്ത് വരച്ച്. എനിക്ക് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു ഇതിനകത്ത് വരയ്ക്കണമെന്ന്. പിന്നെ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾ ഞെട്ടും കേട്ടോ. ഒരാളെയാണ് ഞാൻ വരച്ചിരിക്കുന്നത്, ആളെയല്ല, അതൊരു ദേവിയാണ്. നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ അത് ഏത് ദേവിയാണ്? ഗസ് താഴെ കമൻറ്റ് ചെയ്യുക. പക്ഷെ നിങ്ങളത് കാണിക്കുന്നു, ഇതെൻ്റെതാണ്, ഒരു തട്ടിക്കൂട്ട് സാധനമാണ്. ഞാൻ ഇതിനകത്ത് ദാ പോയി, ദാ കിടക്കുന്നു താഴെ. നമ്മൾ കാണിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. നമ്മൾ കുറച്ച് ഇതൊക്കെ വരച്ചിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുമോയെന്നറിയില്ല. ഈ നമ്മൾ രാത്രിയിലെയാണ് വരച്ചിരിക്കുന്നത്. എൻ്റെ കൂട്ടുകാരി ഇത് അവിടെ ചെന്നപ്പോഴില്ലേ അവിടെ മഞ്ഞടിച്ചു വെച്ച് ചെട്ടിളങ്ങനമ്മ. നിങ്ങൾ ഗസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നു കേട്ടോ. അതിന് എനിക്കൊരു വലിയ ക്ലാപ്പ് വേണം, അല്ലെങ്കിൽ ഉണ്ടത്തില്ല. അയ്യോ, അങ്ങനെ പോകുന്നു ഇങ്ങനെ. ഇപ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ടെങ്കിലും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഞാൻ വരയ്ക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്, ആ ബെൽ ബട്ടനോടെ ഒന്ന് അമർത്തിയാൽ കൊള്ളാമെന്നുണ്ട്. ഇഷ്ടമുണ്ടെങ്കിൽ അമർത്തിയാൽ മതി പ്ലീസ്. ഒന്ന് നോക്കൂ, എനിക്ക് കൊതിയായിട്ടാ. ഒരു പ്ലേ ബട്ടൺ തരുമോ? ഒരു പ്ലേ ബട്ടൺ കിട്ടണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. നിങ്ങളോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ല, ഒരു ബെൽ ബട്ടൺ ഒന്ന് അമർത്തുമോ പ്ലീസ്. എന്നെ ഇഷ്ടമാണെങ്കിൽ അമർത്തും പ്ലീസ്. എന്നെ ഇഷ്ടമല്ലെന്ന് പറയില്ല പ്ലീസ്. അപ്പോൾ ബായ്. ഇനി ഇവിടുത്തെ കലക്കാൻ വീഡിയോ ആയിട്ട് വരുന്നത് എനിക്ക് തട്ടാ ബൈ ബൈ സീ യു. ഇപ്പം നിങ്ങൾക്ക് കുറച്ചെങ്കിലും മനസ്സിലാക്കാണമല്ലോ, ഞാൻ ഇച്ചിരിയെങ്കിലും വരയ്ക്കുന്നു, മനസ്സിലായാൽ മതി. ബൈ.